ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് രഞ്ജിത്ത്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്ന് 6491 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 5770 പേർക്ക് രോഗമുക്തി. ഇന്ന് 26 മരണം. കോവിഡ് പ്രതിരോധത്തിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുതിയ മാർഗ്ഗരേഖ പുറപ്പെടുവിച്ചു. 10+2 ക്ലാസുകളിലെ അധ്യാപകർ ഡിസംബർ 17 മുതൽ സ്കൂളിൽ ഹാജരാകണമെന്ന് സർക്കാർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം ഊർജ്ജിതം. 1.25 ലക്ഷത്തോളം കന്നി വോട്ടർമാർ. ലക്ഷ്മി വിലാസ് ബാങ്ക് DBS ബാങ്കുമായുള്ള ലയനത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ അനുമതി. ISL ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി ഗോവയെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഇന്ന് 6491 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചതായി മന്ത്രി കെ ശൈലജ. കൂടുതൽ വിവരങ്ങളുമായി സുലൈമാൻ. ഇന്ന് രോഗം സ്ഥിരീകരിച്ചതിൽ കോഴിക്കോട് 833, എറണാകുളം 774, മലപ്പുറം 664, തൃശൂർ 652, ആലപ്പുഴ 546, കൊല്ലം 539, പാലക്കാട് 463, തിരുവനന്തപുരം 461, കോട്ടയം 450, പത്തനംതിട്ട 287, കണ്ണൂർ 242, വയനാട് 239, ഇടുക്കി 238, കാസർഗോഡ് 103 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കണക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 66,042 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.83. 26 മരണങ്ങളാണ് ഇന്ന് കോവിഡ്-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 2121ആയി. 5770 പേരുടെ പരിശോധനാഫലം നെഗറ്റീവായി. ഇന്ന് 3 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. 13 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കോവിഡ് പ്രതിരോധത്തിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുതിയ മാർഗ്ഗരേഖ പുറപ്പെടുവിച്ചു. രോഗനിരീക്ഷണവും ജാഗ്രതയും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ഡിസംബർ 1 മുതൽ 31 വരെ നിയന്ത്രണങ്ങൾ ബാധകമാണ്. കോവിഡ് വ്യാപനം തടയാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും പ്രാദേശിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താവുന്നതാണ്. കണ്ടെയ്ൻമെന്റ് മേഖലകൾ കൃത്യമായി രേഖപ്പെടുത്തണം. ഇവിടങ്ങളിൽ വീടാന്തരമുള്ള നിരീക്ഷണം ഏർപ്പെടുത്താനും നിർദ്ദേശിച്ചിട്ടുണ്ട്. കോവിഡ് നിയന്ത്രണ മാർഗ്ഗങ്ങൾ കൃത്യമായി പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ പോലീസും മുനിസിപ്പൽ അധികൃതരും ബാധ്യസ്ഥരാണ്. കോവിഡ് ബാധിച്ച് മരണമടയുന്നയാളുടെ മൃതദേഹം കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് മാർഗ്ഗനിർദ്ദേശങ്ങൾ പുതുക്കിയതായി മന്ത്രി കെ ശൈലജ. ഇതനുസരിച്ച് അടുത്ത ബന്ധുക്കൾക്ക് ഐസൊലേഷൻ വാർഡിലും മോർച്ചറിയിലും സംസ്കാര സമയത്തും കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് മൃതദേഹം കാണാവുന്നതാണ്. കോട്ടയം ജില്ലയിൽ 450 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 446 പേർക്കും സമ്പർക്കം മുഖേനയാണ് വൈറസ് ബാധിച്ചത്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് 833 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 27 പേരുടെ ഉറവിടം വ്യക്തമല്ല. സമ്പർക്കം വഴി 789 പേർക്കാണ് രോഗം ബാധിച്ചത്. 10+2 ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകരിൽ 50% പേർ ഒരു ദിവസം എന്ന രീതിയിൽ ഡിസംബർ 17 മുതൽ സ്കൂളുകളിൽ ഹാജരാകാൻ സർക്കാർ നിർദ്ദേശം. പഠന പിന്തുണ കൂടുതൽ ശക്തമാക്കുക, റിവിഷൻ ക്ലാസുകൾക്ക് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുക തുടങ്ങിയവയാണ് ചുമതലകൾ. ജനുവരി 15-ന് 10ാം തരം ക്ലാസുകളുടെയും ജനുവരി 30-ന് +2 ക്ലാസുകളുടെയും ഡിജിറ്റൽ ക്ലാസുകൾ പൂർത്തീകരിക്കാൻ ക്രമീകരണമുണ്ടാക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം വോട്ടെടുപ്പിന് 2 ആഴ്ച അവശേഷിക്കെ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ കക്ഷികളും പ്രചാരണം ശക്തമാക്കി. സാമൂഹ്യ മാധ്യമങ്ങളിലും പ്രചാരണം സജീവമാണ്. മാതൃകാ പെരുമാറ്റച്ചട്ടം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സ്ക്വാഡുകൾ പരിശോധന ശക്തമാക്കി. ഡിസംബർ 8, 10, 14 തീയതികളിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 1,72,331 കന്നി വോട്ടർമാർ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കും. 90,507 പുരുഷ വോട്ടർമാരും 81,821 സ്ത്രീ വോട്ടർമാരും ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിൽ 3 പേരുമാണ് പുതിയ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ളതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഓഫീസുകൾ നാളെ തുറന്നു പ്രവർത്തിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. പണിമുടക്ക് ദിവസം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരത്തിലിറങ്ങുന്ന ജീവനക്കാരുടെയും സർക്കാരിന്റെയും വാഹനങ്ങളിൽ ഇലക്ഷൻ ഡ്യൂട്ടി എന്ന ബോർഡോ സ്ലിപ്പോ പതിക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഹരിതചട്ടം കർശനമായി പാലിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇത് സംബന്ധിച്ച ഹൈക്കോടതി ഉത്തരവ് കമ്മീഷൻ സംസ്ഥാന പോലീസ് മേധാവിക്കും ജില്ലാ കളക്ടർമാർക്കും കൈമാറി. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾ പെരുമാറ്റച്ചട്ടങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കോഴിക്കോട് കളക്ടർ സാംബശിവ റാവു അറിയിച്ചു. പ്രചാരണത്തിനായി സ്ഥാനാർത്ഥികൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ സംബന്ധിച്ച മാർഗ്ഗനിർദ്ദേശം പുറത്തിറക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൊതുയോഗം, ജാഥ എന്നിവ സംഘടിപ്പിക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു. ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ജല്ലിക്കെട്ടിന് ഓസ്കാർ എൻട്രി. അക്കാദമി അവാർഡ്സിന്റെ ഇന്റർനാഷണൽ ഫിലിം കാറ്റഗറിയിലാണ് ചിത്രത്തിന് എൻട്രി ലഭിച്ചിരിക്കുന്നത്. ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക.
പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075ലും ദിശയുടെ 1056ലും ബന്ധപ്പെടാം. ലക്ഷ്മി വിലാസ് ബാങ്ക് ഡിബിഎസ് ബാങ്കുമായുള്ള ലയനത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ അനുമതി. ഇത് സംബന്ധിച്ച റിസർവ് ബാങ്കിന്റെ നിർദ്ദേശത്തിനാണ് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത്. നിക്ഷേപകരുടെയും പൊതുജനത്തിന്റെയും താൽപര്യം മുൻനിർത്തിയാണ് തീരുമാനമെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ന്യൂഡൽഹിയിൽ പറഞ്ഞു. പുതിയ നിയന്ത്രണങ്ങൾ ഉണ്ടാവില്ല. ലയനം പൂർണ്ണമാകുന്നതോടെ പണം പിൻവലിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ നീക്കുമെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചു. പൊതുജനങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റുകയെന്നതാണ് ജനപ്രതിനിധികൾക്കും ജനാധിപത്യ സ്ഥാപനങ്ങൾക്കും മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. ഗുജറാത്തിലെ കെവാദിയയിൽ നടന്ന പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ 80ാമത് അഖിലേന്ത്യാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളോട് ജനപ്രതിനിധികൾ എപ്പോഴും സത്യസന്ധത പുലർത്തണമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നതെന്നും വ്യക്തമാക്കി. രാജ്യത്തെ കോവിഡ് മരണനിരക്ക് 1.46% കുറഞ്ഞു. രോഗമുക്തി നിരക്ക് 93.72%. 86,42,000-ത്തിലധികം പേരാണ് ഇതുവരെ രോഗമുക്തരായത്. കേരള സർവകലാശാലയും മഹാത്മാഗാന്ധി സർവകലാശാലയും നാളെ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവച്ചു. പുതുക്കിയ തീയതികൾ പിന്നീടറിയിക്കും. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ കോടതി 5 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. 10 ദിവസത്തെ കസ്റ്റഡിയാണ് കസ്റ്റംസ് ആവശ്യപ്പെട്ടിരുന്നത്. ISL ഫുട്ബോൾ മത്സരത്തിൽ ഇന്ന് FC ഗോവ മുംബൈ സിറ്റിയെ നേരിടും. ഗോവയിൽ രാത്രി 7:30-നാണ് കളി. തെരഞ്ഞെടുപ്പും പുതുവർഷവും കണക്കിലെടുത്ത് കൊല്ലം ജില്ലയിൽ എക്സൈസ് പ്രത്യേക കൺട്രോൾ റൂം ആരംഭിച്ചു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസറുടെ നേതൃത്വത്തിലാണ് കൊല്ലം ഡിവിഷനിൽ ഓഫീസ് ആരംഭിച്ചത്. സർക്കിൾ ഓഫീസുകളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്ട്രൈക്കിംഗ് ഫോഴ്സുകളെയും നിയോഗിച്ചു. സ്ത്രീകൾക്കെതിരെയുള്ള എല്ലാത്തരം അതിക്രമങ്ങളും നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനാചരണത്തിന്റെ ഭാഗമായി വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഡിസംബർ 10 വരെ കണ്ണൂരിൽ പ്രതിരോധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ന് ജില്ലയിലെ 2504 അംഗൻവാടി പരിധിയിൽ വെർച്വൽ കൂട്ടയോട്ടം നടന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കോവിഡ് പ്രോട്ടോകോൾ ലംഘനം ഉണ്ടാകുന്നത് കർശനമായി തടയണമെന്ന് കണ്ണൂർ ജില്ലാ കളക്ടർ ടി.വി. സുഭാഷ് വരണാധികാരിക്ക് നിർദ്ദേശം നൽകി. നഗരസഭാ റിട്ടേണിംഗ് ഓഫീസർമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ ജെ. ദേവപ്രസാദിന്റെ സാന്നിധ്യത്തിലായിരുന്നു യോഗം. നിവാർ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ നാളെ പുറപ്പെടേണ്ട ഏതാനും ട്രെയിനുകൾ റദ്ദാക്കി. കൊല്ലം ചെന്നൈ എഗ്മോർ അനന്തപുരി സ്പെഷ്യൽ, ചെങ്കോട്ട മധുര വഴിയുള്ള കൊല്ലം ചെന്നൈ എഗ്മോർ, എഗ്മോറിൽ നിന്നുള്ള കൊല്ലം സ്പെഷ്യൽ ട്രെയിനുകൾ പൂർണ്ണമായും റദ്ദാക്കിയതായി റെയിൽവേ അറിയിച്ചു. ഓഹരി വിപണിയിൽ ഇന്ന് നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 694 പോയിന്റ് ഇടിഞ്ഞ് 43,828-ലും ദേശീയ സൂചിക നിഫ്റ്റി 196 പോയിന്റ് നഷ്ടത്തിൽ 12,858-ലുമാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ഇന്ന് 6,491 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. 5,770 പേർ രോഗമുക്തി നേടി. ഇന്ന് 26 മരണം. കോവിഡ് പ്രതിരോധത്തിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുതിയ മാർഗ്ഗരേഖ പുറപ്പെടുവിച്ചു. 10+2 ക്ലാസുകളിലെ അധ്യാപകർ ഡിസംബർ 17 മുതൽ സ്കൂളിൽ ഹാജരാകണമെന്ന് സർക്കാർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം ഊർജ്ജിതം. 1.25 ലക്ഷത്തോളം കന്നി വോട്ടർമാർ. ലക്ഷ്മി വിലാസ് ബാങ്ക് ഡിബിഎസ് ബാങ്കുമായുള്ള ലയനത്തിന് കേന്ദ്രമന്ത്രിസഭയുടെ അനുമതി. ISL ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി ഗോവയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ഞങ്ങളുടെ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @All India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AAR_News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്തകൾ 7:25-ന്.